മരടിലെ കൃഷി വകുപ്പിന്റെ കീഴിലുള്ള അന്താരാഷ്ട്ര പച്ചക്കറി മാർക്കറ്റിലെ അതിഥി തൊഴിലാളികൾ എന്ന് ഓമനപ്പേരിൽ അറിയപ്പെടുന്ന അന്യസംസ്ഥാന തൊഴിലാളികളുടെ ക്രിമിനൽ ഗുണ്ടായിസത്തിന് അറുതി വരുത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മരടിലെ INTUC-CITU തൊഴിലാളികൾ, ജനകീയ സമിതി പ്രവർത്തകർ, റെസിഡൻസ് അസോസിയേഷന്റെ പ്രവർത്തകർ അടക്കമുള്ളവർ നടത്തിയ ജനകീയ പ്രതിഷേധ ധർണയും മാർച്ചും പോലീസിനും കൃഷി വകുപ്പിനും പരാതി നൽകിയിട്ടും തിരിഞ്ഞു നോക്കാത്തത് കൊണ്ടാണ് പ്രതിഷേധത്തിലേക്ക് ജനങ്ങൾ ഇറങ്ങിയത്. അന്താരാഷ്ട്ര പച്ചക്കറി മാർക്കറ്റിന്റെ സമീപ പ്രദേശത്ത് പോലും ജീവിക്കാൻ സാധിക്കാത്ത അവസ്ഥയായി അന്യസംസ്ഥാന തൊഴിലാളികളെ കൊണ്ട്. പ്രതിഷേധ മാർച്ച് DCC ജനറൽ സെക്രട്ടറി RK സുരേഷ് ബാബു ഉദ്ഘാടനം ചെയ്തു. ചുമട് തൊഴിലാളി യൂണിയൻ CITU സംസ്ഥാന കമ്മിറ്റി അംഗം CR ഷാനവാസ് അധ്യക്ഷത വഹിച്ച പ്രതിഷേധ യോഗത്തിൽ INTUC നേതാവ് ശ്രീ വിനോദ് അടക്കമുള്ള നിരവധി നേതാക്കൾ സംസാരിച്ചു. കാലങ്ങളായി ഈ മാർക്കറ്റ് അതോറിറ്റിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന നെട്ടൂർ പച്ചക്കറി മാർക്കറ്റിലെ വിഷയങ്ങളെ സംബന്ധിച്ച് ഇവിടെ തൊഴിലെടുക്കുന്ന തൊഴിലാളി യൂണിയനുകളും അതോടൊപ്പം തന്നെ ഈ പ്രദേശത്തെ നിലവ് എന്ന് പറയുന്ന റെസിഡൻസ് അസോസിയേഷനും ഒട്ടനവധി പരാതികൾ ഇവിടെയുള്ള ഇതിൻ്റെ ചുമതല വഹിക്കുന്ന ജില്ലാ കളക്ടർ അടക്കം, ഇതിൻ്റെ ചുമതലയുള്ള മന്ത്രിമാരടക്കം, ഈ അതോറിറ്റിയുടെ ഇവിടുത്തെ ഉദ്യോഗസ്ഥരടക്കമുള്ള ആളുകൾക്ക് വിവിധ വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഈ മാർക്കറ്റിൻ്റെ നിലവിലുള്ള ശോചനീയാവസ്ഥ പരിഹരിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് പലതവണ പരാതികളും നൽകിയിട്ടും യാതൊരുവിധ തീരുമാനങ്ങളും ഈ അതോറിറ്റിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇവിടെ വ്യാപാരി സമൂഹത്തിൽ ചില ആളുകൾ നടത്തുന്ന നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ, ഇവിടെയുള്ള അന്യസംസ്ഥാന തൊഴിലാളികൾ, അതിൽ ഉൾപ്പെട്ടിട്ടുള്ള ക്രിമിനൽ സംഘങ്ങൾ, ആ ക്രിമിനൽ സംഘങ്ങൾക്കെതിരായിട്ടുള്ള നടപടികൾ, അങ്ങനെ ഒട്ടനവധി പരാതികൾ ഈ അതോറിറ്റിയുമായി ബന്ധപ്പെട്ടും ഇവിടെയുള്ള ഈ സ്റ്റേഷന്റെ ഈ മാർക്കറ്റ് അതോറിറ്റി സ്ഥിതി ചെയ്യുന്ന പനങ്ങാട് സ്റ്റേഷൻ പരിധിയിൽ വരുന്ന ഈ പ്രദേശത്തെ കംപ്ലൈന്റുകൾ പനങ്ങാട് SHO അടക്കമുള്ള ആളുകൾക്കും നൽകിയിട്ടും ഇന്നേ വരെ യാതൊരുവിധ നടപടിയും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഈ യൂണിയനുകൾ രണ്ടും നൽകിയ പരാതികളിലും നിലവ് അസോസിയേഷൻ ഇപ്പോഴും നൽകിക്കൊണ്ടിരിക്കുന്ന പരാതിയിലും യാതൊരുവിധ തീരുമാനങ്ങളും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് പച്ചയായ യാഥാർത്ഥ്യം. അന്യസംസ്ഥാന തൊഴിലാളികൾ എന്ന് പറഞ്ഞുകൊണ്ട് ഓരോ കടയിലും പണിയെടുക്കുന്ന ആളുകളുടെ കൃത്യമായ വിവരണം, ഏത് തൊഴിലാളി ഏത് പ്രദേശത്ത് നിന്ന് വന്നു, എന്താണ് അവന്റെ ഐഡന്റിറ്റി, ഇത്തരം കാര്യങ്ങളെ കുറിച്ച് യാതൊരുവിധ വ്യക്തതയും കട ഉടമയ്ക്കുമില്ല, ഈ അതോറിറ്റിയിലെ ഉദ്യോഗസ്ഥർക്കുമില്ല. അന്യസംസ്ഥാന തൊഴിലാളി തന്നെ ക്ഷേത്രത്തിന്റെ ഭണ്ഡാരത്തിൽ നിന്ന് പണം മോഷ്ടിക്കുകയും ചെയ്ത സ്ഥിതിവിശേഷം ഉണ്ടായി. ആളെ തിരിച്ചറിഞ്ഞ് ആളുടെ പുറകെ വന്ന ആളെ പിടികൂടിയപ്പോൾ ഈ കടയിൽ നിൽക്കുന്ന ഈ ക്രിമിനലിന്റെ കട ഉടമയോട് ചോദിച്ചപ്പോൾ പറഞ്ഞത് അവരെ ഞങ്ങൾ പറഞ്ഞു വിട്ടു എന്നാണ് പറയുന്നത്. ഞങ്ങൾക്കറിയേണ്ടത് ഈ ക്രിമിനൽ സംഘങ്ങൾക്ക് താവളം ഒരുക്കുന്ന ഒരു പ്രദേശമായി ഈ മാർക്കറ്റ് അതോറിറ്റിയെ മാറ്റാനാണ് നിങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത് എങ്കിൽ ദയവ് ചെയ്ത് നിങ്ങൾ ഇവിടുത്തെ നിയമങ്ങൾ പാലിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കണമെന്നുള്ളതാണ്. ഇവിടെ എന്തെങ്കിലും ക്രിമിനൽ പ്രവർത്തനങ്ങൾ നടന്നാൽ അതിനെതിരായി നടപടിയെടുക്കേണ്ട അതോറിറ്റി പറയുന്നത് ഞങ്ങൾ പറഞ്ഞാൽ വ്യാപാരി സമൂഹം കേൾക്കാൻ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ്. ഞങ്ങളുടെ ഒരു ചെറിയൊരു അഭ്യർത്ഥന, ഇത് ആർക്കെങ്കിലും ക്രിമിനൽ പ്രവർത്തനം നടത്തുന്നതിന് വേണ്ടി ഒരുക്കിയിട്ടുള്ള സങ്കേതമല്ല. ഇവിടെ അന്യസംസ്ഥാന തൊഴിലാളികൾ രാത്രിയിലും പകലും അതാത് കടകളിൽ താമസിക്കുകയാണ്.
അതാത് കടകളിൽ താമസിക്കുവാൻ അതോറിറ്റിക്ക് ആരെങ്കിലും ഇവർക്ക് അനുവാദം കൊടുത്തിട്ടുണ്ടോ? വ്യാപാരികൾക്ക് ഇവിടെ നിങ്ങൾ കിടന്ന് താമസിച്ചോളൂ, നിങ്ങളുടെ പ്രാഥമിക കർത്തവ്യങ്ങൾ ഇവിടെ നിർവഹിച്ചോളൂ എന്ന് ആരെങ്കിലും, നിങ്ങൾ അതോറിറ്റിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആരെങ്കിലും ഇവർക്ക് വ്യാപാരി സമൂഹത്തിന് അനുവാദം കൊടുത്തിട്ടുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. ഇന്ന് രാത്രി മുതൽ ഇതിന്റെ അകത്ത് 5 മണിക്ക് ശേഷം ഏതെങ്കിലും അനധികൃതമായി ഇവിടെ പണിയെടുക്കാൻ വന്നിട്ടുള്ള അന്യ സംസ്ഥാന തൊഴിലാളികൾ ഏതെങ്കിലും ഷട്ടറിന്റെ അകത്ത് കയറി താമസിക്കാനാണ് തയ്യാറാകുന്നതെങ്കിൽ എന്റെ പ്രിയപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ സമക്ഷം നിന്നുകൊണ്ട് ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു, ഞങ്ങൾക്ക് നിയമം കയ്യിലെടുക്കേണ്ടതായിട്ട് വരും. ഒരു സംശയവും വേണ്ട, ഞങ്ങൾ നിയമം കയ്യിലെടുക്കും. പക്ഷേ ഞങ്ങൾക്ക് അത്തരം നിയമലംഘനങ്ങളിലേക്ക് പോകുവാൻ ആഗ്രഹമില്ല. എന്നാൽ അടിവരയിട്ട് പറയുന്നു, ഇനി മുതൽ 5 മണിക്ക് ശേഷം ഏതെങ്കിലും വ്യാപാരിയുടെ ഒത്താശയോടുകൂടി ഇതിന്റെ അകത്ത് കിടന്ന് പ്രാഥമിക കർത്തവ്യങ്ങൾ നിർവഹിച്ച് പുറത്തേക്ക് പോകാതെ ഭാര്യയെയും കുട്ടികളെയും വെപ്പാട്ടിമാരെയും ഇതിന്റെ അകത്ത് കൊണ്ടുവന്ന് താമസിക്കാനാണ് ശ്രമിക്കുന്നത് എങ്കിൽ വ്യാപാരി സമൂഹത്തിൽപ്പെട്ട പ്രിയ സുഹൃത്തുക്കളോട് മാന്യമായ ഭാഷയിൽ പറയുന്നു, ഒരു ദിവസം പോലും നിനക്കൊന്നും ഇവിടെ താമസിക്കാൻ കഴിയില്ല എന്നുള്ളത്. ഞങ്ങൾ ആരും അന്യ സംസ്ഥാന തൊഴിലാളികൾക്കെതിരല്ല, ന്യായമാണ് എങ്കിൽ. പക്ഷേ ഇവിടെ നടക്കുന്നത് ക്രിമിനൽ പ്രവർത്തനങ്ങളാണ്. പ്രിയപ്പെട്ട അതോറിറ്റിയുടെ ഉദ്യോഗസ്ഥന്മാരെ സൗമ്യനത്തോടുകൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ യോഗം ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്, ജയ് ഭാരത്. നെട്ടൂര് പച്ചക്കറി മാർക്കറ്റിനകത്ത് വ്യാപാരികൾ അവരുടെ ജോലിക്കാരെ നിയോഗിച്ചിട്ടുള്ള അന്യ സംസ്ഥാന തൊഴിലാളികൾ, ഈ അന്യ സംസ്ഥാന തൊഴിലാളികളെ വെച്ചുകൊണ്ടാണ് വ്യാപാരികൾ ഇവിടെ അവരുടെ കച്ചവടം നടത്തുന്നത്. എന്നാൽ ഇതിനകത്ത് കടന്നുകൂടിയിട്ടുള്ള തൊഴിലാളികളിൽ ഭൂരിപക്ഷം ആളുകളും വലിയ ക്രിമിനലുകളാണ്. ഈ ക്രിമിനലുകളെ വെച്ചുകൊണ്ടാണ് വ്യാപാരികൾ അവരുടെ വ്യാപാരം നടത്തിപ്പോരുന്നത്. ഈ പച്ചക്കറി മാർക്കറ്റ് സമുച്ചയം മറ്റു പല പ്രദേശങ്ങളിൽ നിന്നും കച്ചവടം നടത്തുന്ന ചില ആളുകളുടെ ഒരു സാമ്രാജ്യമാക്കി വെച്ചുകൊണ്ട് ഈ നാട്ടിൽ ജനിച്ചു വളർന്ന പല ആളുകൾക്കും തൊഴിൽ നിഷേധിക്കുന്ന സമീപനമാണ് ഇവിടുത്തെ ചില വ്യാപാരികൾ സ്വീകരിക്കുന്നത്. ഈ മാർക്കറ്റ് സമുച്ചയത്തിനകത്ത് ഈ അന്യസംസ്ഥാന തൊഴിലാളികളെ കൊണ്ടുവന്ന് പാർപ്പിക്കാൻ ആരാണ് അവർക്ക് അവകാശം കൊടുത്തിട്ടുള്ളത്? ഇത് സർക്കാർ ഉടമസ്ഥതയുള്ള സ്ഥാപനമാണ്. ഈ സർക്കാർ ഉടമസ്ഥതയുള്ള സ്ഥാപനത്തിനകത്ത് ഇങ്ങനെ കണ്ട ക്രിമിനലുകളെ കൊണ്ടുവന്ന് പാർപ്പിച്ച് എല്ലാവരും സൗകര്യം ഒരുക്കുകയാണ്. അവർക്ക് ഭക്ഷണം പാചകം ചെയ്യാനുള്ള ഗ്യാസ്, കൊതുകടി കൊള്ളാനുള്ള കൊതുകുവല ഉൾപ്പെടെ കൊടുത്തുകൊണ്ട് രാജകീയ പ്രൗഢിയിൽ അവർ ഈ മാർക്കറ്റിനകത്ത് വിലസുകയാണ്. അതുകൊണ്ട് ഈ മാർക്കറ്റിനകത്ത് ഇത് നിയന്ത്രിക്കുന്ന ബഹുമാനപ്പെട്ട ഉദ്യോഗസ്ഥന്മാരുടെ വളരെ വിനയത്തോടുള്ള അഭ്യർത്ഥന, കേരളത്തിനകത്ത് തൊഴിലാളി പക്ഷത്ത് നിൽക്കുന്ന ഒരു ഗവൺമെന്റുള്ള സംസ്ഥാനമാണ് കേരളമെന്ന് നിങ്ങൾ കണ്ടോളണം. ഇത് ഈ ഓഫീസിനകത്ത് വരുന്ന ആളുകൾക്ക് അവർക്ക് തോന്നുമ്പടി കാര്യങ്ങൾ ചെയ്യാനുള്ള സ്ഥലമല്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നയം നടപ്പാക്കാൻ വേണ്ടി നിയോഗിക്കപ്പെട്ടിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരാണ് നിങ്ങൾ. ആ നിലയിൽ ഇതിനെ കണ്ടോളണം. ഒന്നും പാലിക്കാതെ തങ്ങൾക്ക് തോന്നുന്ന വിധത്തിൽ ആ ഷോറൂമിന് മാറ്റം വരുത്തി അവിടെ ഗ്യാസും അതുപോലുള്ള വസ്തുക്കളും ഉപയോഗിച്ച്, തീപിടിക്കുന്ന വസ്തുക്കളും ഉപയോഗിച്ച് പാചകം ചെയ്ത് തങ്ങൾക്ക് തോന്നുന്നത് പോലെ ഷെൽട്ടർ ഉണ്ടാക്കി ആ ഷെൽട്ടറിന്റെ കൂടെ തന്നെ തങ്ങൾക്ക് തോന്നുന്നത് പോലെ മുമ്പിലേക്ക് ഷീറ്റിട്ട് ആ ഷീറ്റിന്റെ പരിസരത്ത് വീണ്ടും കുറെ സംവിധാനങ്ങൾ വെച്ച് കടയുടെ വിസ്തീർണം
അനധികൃതമായി കൂട്ടി. അതെല്ലാം നഗ്നനേത്രങ്ങൾ കൊണ്ട് നമുക്ക് ആർക്കും കാണാൻ കഴിയുന്ന രീതിയിൽ ചെയ്തിട്ടുണ്ട്. ഈ മാർക്കറ്റ് അതോറിറ്റിക്ക് ഇതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല എന്ന് പറയുന്നത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളുടെ ധർണ നടത്തിയിട്ടുള്ളത്. ഒരു 2 മണിയൊക്കെ കഴിയുമ്പോൾ ഈ മാർക്കറ്റിലെ അന്തരീക്ഷം മാറുകയാണ്. രാത്രിയാകുമ്പോൾ അതിഭയാനകമാവുകയാണ്. ഇവിടെ പോലീസ് നിൽക്കുന്നുണ്ടല്ലോ. കഴിഞ്ഞ ദിവസം എന്നോട് നിന്ന് മയക്കുമരുന്ന് പിടിച്ചില്ലേ? എന്ത് നടപടി സ്വീകരിച്ചു നിങ്ങൾ തുടർന്ന് പോവാതിരിക്കാൻ? കഴിഞ്ഞ ദിവസം ഇവിടെ ഒരു സുഹൃത്തിന്റെ കയ്യിൽ നിന്ന് 5000 രൂപയും മൊബൈലും അടക്കമുള്ള ഒട്ടനവധി തൊഴിലാളി സുഹൃത്തുക്കളുടെ പണം അപഹരിക്കപ്പെട്ടു. പോലീസ് സ്റ്റേഷനിൽ പരാതി ഉണ്ടല്ലോ. തൊട്ടടുത്ത ക്ഷേത്രത്തിനടുത്ത് നടന്ന ആ മോഷണ സമയത്ത് കണ്ട ഇവിടുത്തെ ഒരു കടയിലെ ജീവനക്കാരനായിരുന്ന വ്യക്തി തന്നെയാണ് അവിടുത്തെ CCTV-യിലും ഇവിടുത്തെ കടയുടെ പരിസരത്തും അതേപോലെ തന്നെ ആ തൊഴിലാളിയുടെ പണം പോകുന്ന സമയത്ത് കണ്ട ആ വ്യക്തി ഒറ്റാളല്ലേ. മറ്റു സ്ഥലങ്ങളിൽ നിന്ന് ആളെ കൊണ്ടുവന്ന് കൊടും ക്രിമിനലുകളെ ഇവിടെ കൊണ്ട് താമസിപ്പിക്കുമ്പോൾ ആ ക്രിമിനലുകൾ മാറി മാറി ഇവിടെ വരുമ്പോൾ അവരെ പരിശോധിക്കേണ്ട കടമ ഇവിടുത്തെ പോലീസിനില്ലേ? നിങ്ങൾക്ക് കിട്ടുന്ന കിസ്സാണ് നിങ്ങളുടെ വിഷയമെങ്കിൽ ഞങ്ങൾക്ക് വേണ്ടുന്നത് ഞങ്ങളുടെ തൊഴിലും ഈ നാട്ടിലെ സമാധാന അന്തരീക്ഷവുമാണ്. എനിക്ക് മുമ്പിൽ നിൽക്കുന്ന തൊഴിലാളികളുണ്ടല്ലോ, എത്ര പേർക്കാണ് കഴിഞ്ഞ വർഷം ഡെങ്കിപ്പനി വന്നത്? അത്തരത്തിൽ ഡെങ്കു വന്നിട്ട് ഈ പരിസരത്ത് ഇത് വീണ്ടും വരാതിരിക്കുവാൻ ഈ ചീഞ്ഞളിഞ്ഞ ഈ ദുർഗന്ധം മോഹിപ്പിക്കുന്ന ഈ ഇവിടത്തെ വേസ്റ്റ് സംവിധാനം മാറ്റിക്കുവാൻ നിങ്ങൾ കടയുടമകളോട് എന്ത് പറഞ്ഞു? നമ്മൾ പറയുന്നു ഉറവിട മാലിന്യ സംസ്കാരം എന്നല്ലേ പറയുന്നത്. ഇവിടെ എല്ലാവരും മുനിസിപ്പൽ കൗൺസിലേഴ്സ് നടക്കുന്നുണ്ടല്ലോ. എന്ത് നടപടി മാർക്കറ്റ് അസോസിയേഷൻ സ്വീകരിച്ചു? പകരം അവരെ നട്ടു വളർത്തുന്ന ഏർപ്പാടല്ലേ ഇവിടെയുള്ള അധികാരികൾ ചെയ്തത്?